എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ന്യൂമാൻ റിപ്പോർട്ടർ അല്ലൂർ യൂസ് ചെയ്ത് അല്ലൂർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലൂർ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ റെക്വിസൈറ്റ് ആയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ Node.jsഉം ന്യൂമാനും അതുപോലെ തന്നെ അല്ലൂർ റിപ്പോർട്ടിന്റെ പാത്തും കൂടെ എൻവയോൺമെന്റ് വേരിയബിളിൽ സെറ്റ് ചെയ്തിരിക്കണം. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ആദ്യമേ നോഡ് ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യുകയാണ്. നോഡ് ഉണ്ടെങ്കിൽ വെർഷൻ നമ്പർ ലിസ്റ്റ് ചെയ്യും. എൻ്റെ സിസ്റ്റത്തിൽ നോഡുണ്ട്. നിങ്ങളുടെ സിസ്റ്റത്തിൽ അൺറെക്കഗ്നൈസ്ഡ് കമാൻഡ് കാണിക്കുകയാണെങ്കിൽ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ന്യൂമാൻ സിസ്റ്റത്തിൽ ഓൾറെഡി അവൈലബിൾ ആണോ അല്ലയോ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ന്യൂമാൻ സ്പേസ് -- വേർഷൻ എന്നുള്ള കമാൻഡ് എൻ്റർ ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂമാൻ എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി വേണ്ടത് അല്ലൂർ റിപ്പോർട്ടിൻ്റെ സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്ത് അത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ഫോൾഡറിനകത്ത് ബിൻ വരെയുള്ള ആ ഫോൾഡർ പാത്ത് നമ്മുടെ എൻവയോൺമെന്റ് വേരിയബിളിൽ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ലിങ്കിൽ അല്ലൂർ റിപ്പോർട്ടിൻ്റെ ഡോക്യുമെന്റേഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് മാനുവൽ ഇൻസ്റ്റാളേഷൻ എന്ന സെക്ഷൻ ഉണ്ട്. ഇതിൽ എവിടെ നിന്നാണ് സിപ്പ് ഫയൽ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ ലിങ്ക് തന്നെയാണ് ഞാനിപ്പം ഡോക്യുമെന്റേഷനിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായ 2.21.0 എന്നുള്ള ആ പർട്ടിക്കുലർ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിപ്പ് ഫയൽ ആയിട്ടുള്ള ഈ ഒരു .zip വരെയുള്ള ആ എക്സ്റ്റൻഷനുള്ള ഫയലെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ആവും. ഞാനത് ക്യാൻസൽ ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത ശേഷം കിട്ടുന്ന ഫോൾഡർ നിങ്ങളുടെ ഫയൽ സിസ്റ്റത്തിൽ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുക. ഞാൻ പ്രോഗ്രാം ഫയൽസിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. സിക്കുള്ളിൽ പ്രോഗ്രാം ഫയൽസിനകത്ത് അല്ലൂർ കമാൻഡ് ലൈൻ 2.2.0 എന്നുള്ള ആ ഫോൾഡർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് വീണ്ടും ഒരു ഫോൾഡർ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വീണ്ടും ബിൻ ഫോൾഡർ ഉണ്ട്. ഈ ബിന്ന് വരെയുള്ള പാത്ത് കോപ്പി ചെയ്ത് എൻവയോൺമെന്റ് വേരിയബിൾസിൽ പാത്ത് കൊണ്ട് ആഡ് ചെയ്യുക. ഞാനിത് ഓൾറെഡി എൻ്റെ പാത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇതേപോലെ ആഡ് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റലേഷൻ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി കമാൻഡ് പ്രോംപ്റ്റിൽ അല്ലൂർ -- വേർഷൻ എന്ന് കൊടുക്കുക. ഇൻസ്റ്റലേഷൻ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വേർഷൻ നമ്പർ ലിസ്റ്റ് ചെയ്യും. ഇൻസ്റ്റലേഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ന്യൂമാൻ റിപ്പോർട്ടർ അല്ലൂർ എന്നുള്ള ഡിപ്പെൻഡൻസിയാണ്. ഈ ഒരു പാക്കേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡ് ഡോക്യുമെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഈ കമാൻഡ് കോപ്പി ചെയ്യുക. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റിൽ പേസ്റ്റ് ചെയ്യുക. ന്യൂമാൻ റിപ്പോർട്ടർ അല്ലൂർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കളക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കമാൻഡ് കൊടുത്തിട്ടുണ്ട്. ന്യൂമാൻ റൺ കളക്ഷൻ JSON ഫയലിനകത്തുള്ള ആ ഒരു ഫയല് പേര് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ -c എന്നുള്ള ഫ്ലാഗ് പാസ് ചെയ്തതിനു ശേഷം എൻവയോൺമെന്റ് നിങ്ങളുടെ കേസിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ എൻവയോൺമെന്റ് ഫയലിന്റെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം -r അല്ലൂർ എന്ന് എൻ്റർ ചെയ്ത ശേഷം എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലൂർ റിപ്പോർട്ട് ആദ്യമേ ഒരു JSON ഫയൽ ആയിട്ടായിരിക്കും ജനറേറ്റ് ആകുന്നത്. ആ ജനറേറ്റ് ആയ JSON ഫയൽസിൽ നിന്നാണ് അല്ലൂർ റിപ്പോർട്ട് ജനറേറ്റ് ആകുന്നത്. അല്ലൂർ റിസൾട്ട്സ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അതിനുശേഷം അല്ലൂർ സെർവർ എന്ന് കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ബ്രൗസറിനകത്ത് അല്ലൂർ റിപ്പോർട്ട് ഓപ്പൺ ആയി വരും. ഇനി ഞാൻ റൺ ചെയ്യാൻ പോകുന്ന കളക്ഷൻ ഏതാണെന്ന് കാണിക്കും. ഞാൻ JSON സെർവർ കളക്ഷൻ എന്നൊരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തുള്ളത് ഫേക്ക് റെസ്റ്റ് API സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന APIs ആണ്. ഞാൻ എൻ്റെ ലോക്കൽ സിസ്റ്റത്തിൽ ഓൾറെഡി ഞാൻ ഫേക്ക് JSON സെർവർ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റിക്വസ്റ്റിനകത്തുള്ളത് പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു
API ആണ്. അതിൻ്റെ അകത്തൊരു ടെസ്റ്റ് മെത്തേഡും കൂടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റസ് കോഡ് ചെക്ക് ചെയ്യാനുള്ള. അതുപോലെ എല്ലാ API റിക്വസ്റ്റിനകത്തും സ്റ്റാറ്റസ് കോഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ടെസ്റ്റ് കേസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്ഡേറ്റ് പോസ്റ്റിനകത്തും ഡിലീറ്റ് പോസ്റ്റിനകത്തും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ Allure റിപ്പോർട്ട് ടാഗ് ഒക്കെ കൊടുക്കാനുള്ള ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എല്ലാ ടെസ്റ്റ് കേസിനും ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട്, വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ലേബലൊക്കെ ആഡ് ചെയ്യാം, സ്റ്റോറി ആഡ് ചെയ്യാം, സ്യൂട്ട് ആഡ് ചെയ്യാം. ഞാൻ ടാഗ് മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ടെസ്റ്റ് കേസിൻ്റെ മുകളിൽ കമൻറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് ഒരു ടാഗാണ്. ഈ ടാഗ് Allure റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ലിസ്റ്റ് ചെയ്യും. ഇനി ഞാൻ ഈ കളക്ഷന് എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. കളക്ഷൻ പോസ്റ്റ്മാൻ എന്ന ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ഇനി എൻവയോൺമെന്റിലും കൂടെ ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. കാരണം ഞാൻ ID എന്നുള്ള വാല്യൂസ് ഒക്കെ ഞാൻ എൻവയോൺമെന്റിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻവയോൺമെന്റ്. അപ്പം ഈ എൻവയോൺമെന്റും കൂടെ ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി എൻവയോൺമെന്റ് സെലക്ട് ചെയ്ത ശേഷം ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ഉള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെയിം ഫോൾഡറിലേക്ക് ഞാൻ എക്സ്പോർട്ട് ചെയ്തു. ഇനി ആ ലൊക്കേഷനിൽ പോയി ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. പോസ്റ്റ്മാൻ എന്നുള്ള ഫോൾഡറിനകത്ത് വന്നു. അതിനുശേഷം കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആദ്യമേ നമുക്ക് ന്യൂമാൻ വെച്ച് കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ന്യൂമാൻ റൺ. ഇതാണ് കളക്ഷൻ. ഇനി എൻവയോൺമെന്റ് കൊണ്ട് പാസ് ചെയ്യണം. -c എന്നുള്ള ഫ്ലാഗ് കൊടുത്തു. അതിനുശേഷം എൻവയോൺമെന്റ് കറക്റ്റ് ആയിട്ടുള്ളത് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എല്ലാം കറക്റ്റായിട്ട് വർക്ക് ആകുന്നുണ്ട്. ഒരു ടെസ്റ്റ് കേസ് ഞാൻ ഇന്റൻഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ കളക്ഷൻ നോക്കിയാൽ കാണാം. ഡിലീറ്റ് പോസ്റ്റിന്റെ കേസിൽ 200 ആണ് വരുന്നത്. ഞാൻ ഇന്റൻഷ്യലി അത് 204 ആക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ന്യൂമാൻ വെച്ച് റൺ ചെയ്തപ്പോൾ ഒരു ഫെയിലിയർ കാണിച്ചത്. ഇനി നമുക്ക് Allure റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. ന്യൂമാൻ വെച്ച് റൺ ചെയ്തതിനു ശേഷം -r എന്നുള്ള ഫ്ലാഗ് പാസ് ചെയ്യുക. അതിനുശേഷം Allure നിന്ന് ഫ്ലാഗ് വാല്യൂ കൊടുക്കുക. ഇപ്പം ഫോൾഡറിന്റെ അകത്ത് Allure റിസൾട്ട്സ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി വരും. ഇതിൻ്റെ അകത്തൊരു JSON ഫയൽസും ടെക്സ്റ്റ് ഫയൽസും ആയിരിക്കും. ഇതിൽ നിന്നാണ് Allure റിപ്പോർട്ട് ഞാൻ ജനറേറ്റ് ചെയ്യുന്നത്. Allure റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഒരു കമാൻഡും കൂടെ എൻ്റർ ചെയ്യണം. Allure server എന്നുള്ളതാണ് കമാൻഡ്. ഇത് ഡോക്യുമെന്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമേ ആ ഫസ്റ്റ് കമാൻഡ് നമ്മൾ മുമ്പേ എൻ്റർ ചെയ്ത ആ കമാൻഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ Allure റിസൾട്ട്സ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ആകും. അതിനുശേഷം ഈ കമാൻഡ് കൊടുത്താൽ മതി. നമുക്ക് ഈ കമാൻഡ് റൺ ചെയ്യാം. Allure server എന്ന് കൊടുത്തു. ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് വരും. ഓക്കെ, ഇതാണ് Allure റിപ്പോർട്ടിന്റെ ഒരു വ്യൂ. 4 ടെസ്റ്റ് കേസ് ഉണ്ട്. അതിനകത്ത് ഒരെണ്ണം ഫെയിലിയർ ആയി. നമ്മളത് ഇനിഷ്യലി ഫെയിൽ ചെയ്യിപ്പിച്ചതാണ്. ഓവർവ്യൂവിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറി ഒക്കെ ആഡ് ചെയ്യാം, എൻവയോൺമെന്റ് വേണം ആഡ് ചെയ്യാം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഡിഫക്ട്സ് മാത്രമായിട്ട് കാറ്റഗറീസ് സെക്ഷൻ കാണിക്കും. ഡിലീറ്റ് പോസ്റ്റ് ആണ് ഫെയിൽ ആയത്. ഇനി സ്യൂട്ട്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഓരോ റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ടാഗ്സ് നമ്മൾ യൂസ് ചെയ്ത റിക്വസ്റ്റ് എന്നുള്ളതാണ്. അതുപോലെ ഏത് HTTP മെത്തേഡാണ് യൂസ് ചെയ്ത്, എൻഡ് പോയിന്റ് ഏതായിരുന്നു, നമ്മൾ പാസ് ചെയ്ത JSON പേരോട് എന്തായിരുന്നു, സ്റ്റാറ്റസ് കോഡ് വന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അതുപോലെ കൺസോൾ ലോഗ്സും റെസ്പോൺസും നമുക്ക് കാണാൻ പറ്റും. ഡിലീറ്റ് പോസ്റ്റിന്റെ കേസിലും അതുപോലെ തന്നെയാണ്. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും ടാഗ്സ് കൊടുത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഗ്രാഫ്സ് ഉണ്ട്. ഫീൽഡ് റെഡ് കളർ കാണിക്കും, പാസ്റ്റ് ഗ്രീൻ കളർ കാണിക്കും, സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഗ്രേ കളർ കാണിക്കും. ഓക്കെ, ടൈം ലൈൻ ഇതാണ്. ബിഹേവിയേഴ്സ് എന്നൊരു സെക്ഷൻ ഉണ്ട്. അതുപോലെ പാക്കേജസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് Allure റിപ്പോർട്ട്, ന്യൂമാൻ റിപ്പോർട്ട് Allure എന്നുള്ള പാക്കേജ് യൂസ് ചെയ്ത്, NPM പാക്കേജ് യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ന്യൂമാൻ HTML എക്സ്ട്രാ
കൂടാതെ അല്ലൂർ റിപ്പോർട്ടും കൂടെ നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.